മുസ്ലിം വിരുദ്ധമാണ് ഇന്ത്യ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ BJP നേതൃത്വം ഇത്തരം വാദങ്ങൾ ഉയർത്തി ദീർഘകാലം അതിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കില്ല ഇനി വരാൻ പോകുന്നത്. അങ്ങനെയുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. കാരണം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇന്ത്യ സന്ദർശനം നടത്തിയ സ്ഥലങ്ങളിലൊന്ന് ദാറുലും എന്ന സ്ഥാപനവും പിന്നെ പങ്കെടുത്തത് അവർ സംഘടിപ്പിച്ച പൊതുപരിപാടിയിലുമായിരുന്നു. നമുക്ക് പരിശോധിക്കാം. ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക പണ്ഡിതർ മതപഠനം നടത്തിയ സ്ഥാപനമാണ് ദാറുൽ ഉലൂം ദിയോബന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം. 1800കളുടെ അവസാനത്തിൽ സയ്യിദ് മുഹമ്മദ് ആബിദ്, ഫസലുർ റഹ്മാൻ ഉസ്മായി, മഫ്താഫ് അലി ദിയോബന്ദി തുടങ്ങിയവരാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചത്. ഇങ്ങനെ ഒരു സന്ദർശനം നടക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇന്നും ഇന്നലെയുമായി ഈ മേഖലയിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ സൈനികരുടെ എണ്ണം എത്രയെന്നറിയാമോ? 60. ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ സഹായിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുമ്പോഴാണ് പാക് സൈനികരെ വകവരുത്തുന്നതിൽ ഇന്ത്യക്ക് കൂടി നിശബ്ദമായ പങ്കുണ്ടെന്ന് കരുതുന്ന ഒരു വ്യാഖ്യാനം കൂടി ഒരു വശത്ത് വരുന്നത്. ഇന്ത്യ മാത്രമല്ല, ചൈനയും അഫ്ഗാനോട് തോളോട് തോൾ ചേരുന്ന നിലയിലാണ് കാര്യങ്ങൾ. US-ന് പ്രതിരോധ കേന്ദ്രം സ്ഥാപിക്കാൻ സ്ഥലം കൊടുക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് മുതൽ മറ്റൊരു ഐക്യമാണ് ഏഷ്യയിൽ രൂപപ്പെടുന്നത്. പാകിസ്ഥാന്റെ നീക്കം അഫ്ഗാനിസ്ഥാനോ അതിനോട് ചേർന്ന് കിടക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കോ ഭൂഷണമല്ല എന്നത് മാത്രമല്ല, ഇന്ത്യയും ചൈനയും ഈ നീക്കത്തെ ഗൗരവമായി കാണുന്നതിനുള്ള കാരണം അവിടെയും ഇന്ത്യയേക്കാൾ കൂടുതൽ ഇതിനെ ഗൗരവമായി കാണുന്നത് ചൈനയാണ്. കാരണം അമേരിക്കയ്ക്ക് ഒരു സൈനിക കേന്ദ്രം ഒരുക്കാൻ പാകിസ്ഥാൻ സ്ഥലം കൊടുക്കുന്നു എന്നത് മാത്രമല്ല, ചൈനയ്ക്ക് 100% തീരുവയാണ് അമേരിക്ക ഇപ്പോൾ പുതുതായി ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യ ചൈന ബന്ധം ദൃഢമായപ്പോൾ ട്രംപ് അതേക്കുറിച്ച് പറഞ്ഞത് ഇരുണ്ട ശക്തിയുമായി ഇന്ത്യ സഖ്യമുണ്ടാക്കിയെന്നാണ്. അഫ്ഗാൻ പാകിസ്ഥാൻ ബന്ധം ദിവസങ്ങൾ കഴിയും തോറും വഷളായി വരികയാണ്. അഫ്ഗാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന ആരോപണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും വരുന്നു. പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫിൻ്റെ വാദം കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ 1-ാം നമ്പർ ശത്രുവെന്നും ആസിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് വരുന്ന അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ അമിതമായ ആതിഥ്യം നൽകി വഞ്ചിക്കപ്പെട്ടുവെന്നാണ് അദ്ദേഹം പറയുന്നത്. കാബൂൾ, പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 30 തീവ്രവാദികളെ വധിച്ചുവെന്നായിരുന്നു പാകിസ്ഥാൻ്റെ അവകാശവാദം. അതിന് തിരിച്ചടിയായി ഹെമൽമന്ദ്, കണ്ടഹാർ, ചാബുൾ, പക്തിക, പക്തിയായ, ഖോസ്റ്റ്, സഹങ്കർ, കുനാർ എന്നീ പ്രവിശ്യകളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സേന ആക്രമണം നടത്തി. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഏഷ്യയിൽ മറ്റൊരു ശക്തി കേന്ദ്രമായി റഷ്യ, ചൈന, അഫ്ഗാൻ, ഇന്ത്യ ഇങ്ങനെ ഒരു ബെൽറ്റ് രൂപപ്പെട്ടു വരികയാണ്. ഇതിൽ ആകെ ഒരു വൈരുദ്ധ്യം വന്നത് സൗദി പാകിസ്ഥാനുമായി ഒരു സൈനിക കരാറിലേക്ക് പോകുന്നു എന്നത് മാത്രമാണ്. അവരെ സംബന്ധിച്ച് അമേരിക്കയുടെ ഭീഷണി നിലനിൽക്കുമ്പോൾ അമേരിക്കയുമായി തന്നെ സഖ്യമുള്ള പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമാണ്, അവരുമായി സഖ്യമുണ്ടാക്കാൻ പോകുന്നു. അതൊരു വിരോധാഭാസമാണ്. അമേരിക്കയുടെ ഭീഷണിയാണ് സൗദിക്ക് നിലനിൽക്കുന്നത്, മറ്റ് പല മുസ്ലിം രാജ്യങ്ങൾക്കും നിലനിൽക്കുന്നത് അമേരിക്കയുടെ ഭീഷണിയാണ്. അപ്പോൾ പാകിസ്ഥാനുമായി ഒരു സഖ്യത്തിന് പോകുന്നു. മാത്രമല്ല, പാകിസ്ഥാൻ ഒരു പ്രതിരോധ കേന്ദ്രത്തിന് അമേരിക്കയ്ക്ക് സ്ഥലം തുറന്നു കൊടുക്കാൻ പോകുന്നത് പോലെ ഒരു ബുദ്ധിമോശമായ കാര്യം. പാകിസ്ഥാൻ അന്തം വിട്ട കളിയാണ് കളിക്കുന്നത്. പക്ഷേ എല്ലാം നശിച്ച് ഒരു രാജ്യത്തെ ജനങ്ങളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ അവിടുത്തെ ഭരണാധികാരികൾ തുനിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പാക് ജനത സാധാരണ നാടുകളിലെ ജനത പോലെ തന്നെ ആയിരിക്കാം. അവർ സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അവിടെ ടൂറിസവും വ്യവസായവും വളർന്ന് അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കാം. പക്ഷേ അഫ്ഗാനെയും ചൈനയെയും ഇന്ത്യയെയും റഷ്യയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളുടെ ആ ഒരു ആനുകൂല്യം, ആ ഒരു പ്രവണതയിൽ വളരുന്ന പാകിസ്ഥാൻ എക്കാലവും അവരങ്ങനെ തന്നെയായിരുന്നു. സിന്ദൂരിൽ സംഭവിച്ചത്, ഓപ്പറേഷൻ സിന്ദൂരിൽ കലാശിച്ചത് അങ്ങനെ തന്നെയാണ്. പഹൽഗാമിലെ ആ വേദന ഇന്ത്യ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്തതാണ്. നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ച് കൊന്ന ആ ഒരു കാഴ്ച പാകിസ്ഥാൻ എക്കാലവും തീവ്രവാദത്തിനും വളം വെച്ചു. വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെയും ചൈനയുടെയും അഫ്ഗാനെയും ഇടയിൽ കിടന്ന് പാകിസ്ഥാൻ ഞെരിഞ്ഞമരുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്.